നെയ്ച്ചോറും ബീഫ് കറിയും പാർട്ട് 1 നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി. ഈ പാർട്ട് 2 നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കും. നെയ്യ് ചൂടാക്കി അതിൽ നമ്മൾ സവോള ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് മുന്തിരി താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാത്തത്. ഇനി അതേ നെയ്യിൽ തന്നെ കുറച്ച് സവോള വഴറ്റിയെടുക്കുക. അതിലേക്ക് പട്ട, കറയാമ്പൂ, ഏലക്ക ചേർത്തെടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഏത് റൈസാണ് എടുക്കുന്നത് ആ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ചധികം നേരം വാർത്ത് വെച്ചിട്ട് നല്ല വെള്ളമൊക്കെ പോയതിന് ശേഷം ആണ് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. റൈസിൽ സ്പൂൺ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് കറക്റ്റ് വെള്ളം എത്രയാണോ വേണ്ടത് ആ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് സെർവ് ചെയ്യാം. കൂടെ നല്ല അടിപൊളി ബീഫ് കറിയും നെയ്ച്ചോറും ബീഫ് കറിയും കൂട്ടിയൊരു പിടി അങ്ങ് പിടിച്ച സെറ്റാണ്.